പത്തനാപുരത്ത് മത്സരരംഗം കൊഴുപ്പിക്കാൻ LDF വ്യക്തിപരമായി ഉയർന്ന ആരോപണങ്ങളെ പാടെ തള്ളിക്കളഞ്ഞ് ഗണേഷ് കുമാറിനായി കൂറ്റൻ പ്രകടനവുമായി കേരള കോൺഗ്രസ് ബി പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഗണേഷ് കുമാർ വോട്ടർമാരെ നേരിൽ സന്ദർശിച്ചു തുടങ്ങി. മന്ത്രിക്കൊപ്പം മണ്ഡലത്തിൽ അണിനിരക്കാൻ ഘടകകക്ഷികൾക്ക് LDF നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീറ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു വലിയ ആരോപണമൊക്കെ ഉയർന്നു വരുന്നു. പക്ഷേ അതൊരു കുടുംബ പ്രശ്നം എന്ന നിലയ്ക്ക് മാത്രം ഒതുക്കി അതേ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയായിരുന്നു മുഴുവൻ വന്നിരുന്നത്. ഗണേഷും അതിൽ സമയോചിതമായി ഇടപെട്ട് 2013 ഒരു തനിയാവർത്തനമായി അതിനെ പരിണമിക്കാത്ത രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉടൻ തന്നെ ആളുകളിലേക്ക് ഇറങ്ങുകയും രാജ്യാഭ്യൂഹങ്ങളൊക്കെ തള്ളിക്കളയുകയും അദ്ദേഹം ചെയ്തിരുന്നു. നിലവിൽ പത്തനാപുരത്ത് പ്രചാരണം എങ്ങനെയാണ് നിലവിൽ പുരോഗമിക്കുന്നത്? അദ്ദേഹം നേരിട്ട് മണ്ഡലത്തിൽ ഇറങ്ങി തുടങ്ങിയോ? ആളുകളെ കണ്ടു തുടങ്ങിയോ? ഷാമിലി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗണേഷ് കുമാർ 25 വർഷമായി പത്തനാപുരത്തിൻ്റെ MLA ആണ്. ഗണേഷ് കുമാറിന് നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം സമാനമായ ആരോപണങ്ങളൊക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നു. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹം തന്നെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതുതായി അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാര്യയുമായി ഉണ്ടായ ചില ആരോപണങ്ങൾ, അതൊക്കെ മറികടക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനം, കൂറ്റൻ പ്രകടനം കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്നു. പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ പ്രകടനങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ബിക്കും LDFനും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വലിയ പ്രകടനം കേരള കോൺഗ്രസ് ബി തന്നെ പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. മന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നു. പക്ഷേ നിലവിൽ ഉയർന്ന വിവാദങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പകരം കഴിഞ്ഞ വർഷങ്ങൾ 25 വർഷങ്ങൾക്കിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ് LDF ഇത്തരത്തിൽ ഈ പ്രചരണ രംഗത്തേക്ക് സജീവമാകുന്നത്. നമുക്കറിയാം, അവിടെ UDFന് വേണ്ടി മത്സരിക്കാൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ മത്സരിക്കുന്നറിയാം. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായി ആ മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്നയാളാണ്. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല. പത്തനാപുരത്തെ ജനങ്ങളിലെ ജീവൽ പ്രശ്നങ്ങളാണ് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന തിരക്കിലാണ്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. നേരത്തെയും അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചില മുഖ്യമന്ത്രി അടക്കം കാണേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് അടക്കമുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് LDF ഒറ്റക്കെട്ടായി ഗണേഷ് കുമാറിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ സീറ്റ്, അതായത് നേരത്തെ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഗണേഷ് കുമാർ വിജയിച്ചത്. ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് വന്നെങ്കിൽ പോലും ഇത്തവണ വലിയ മാർജിനിൽ വിജയിക്കാമെന്ന ഒരു പ്രതീക്ഷ ഗണേഷ് കുമാർ കൈവിടുന്നില്ല. അത്തരത്തിലുള്ള ചർച്ച മാത്രമേ ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളൂ. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തകരോട് മുന്നിട്ടിറങ്ങാൻ LDF നേതൃത്വം തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. MLA തന്നെ, ഗണേഷ് കുമാർ MLA തന്നെ ജനങ്ങളെ നേരിട്ട് വീടുകളിൽ പോയി കാണുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാമിലി.